ഒറിജിനലായിട്ടുള്ള പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ പ്രാർത്ഥനയെന്ന് മാത്രമല്ല കിടക്കുന്നത്. എന്താണ്? മർക്കോസിൻ്റെ 9:29 അതിൻ്റെ ടിപ്പണിയിൽ നോക്കിയാൽ മനസ്സിലാകും. എന്താണ്? പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഇവറ്റകളെ ബഹിഷ്കരിക്കുവാൻ പാടാണ്. നോൻപിലേക്ക് വരികയാണ് നമ്മൾ. നോൻപ് എന്തിനു വേണ്ടി? നോൻപ് എന്തിനു വേണ്ടി? വെറുതെ എന്തിനാണ് വയറും വിശന്ന് നടക്കണമെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ്? വിശ്വാസിയുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? എന്ത് കഴിവാണ്? എന്ത് കഴിവാണ്? താബോറിൻ്റെ മുകളിൽ കണ്ട ആ കഴിവില്ലേ? ആ കഴിവാണ്. താബോറിൻ്റെ മുകളിൽ കണ്ട ഒരു കഴിവില്ലേ? എന്താണ്? അവൻ സൂര്യനെപ്പോലെ ശോഭിച്ചു, അവൻ തിളങ്ങി. ആധ്യാത്മികമായ തിളക്കങ്ങൾ നഷ്ടപ്പെട്ടവരാണ് സഭയിലുള്ള നമ്മളെങ്കിൽ ആ തിളക്കം വർദ്ധിപ്പിക്കുവാനും കഴിവ് വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് വലിയ നോൻപുകാലം ആരംഭിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവ പൈതൽ എന്ന നിലയിലെ പരിശുദ്ധാത്മാവിന്റെ തിളക്കത്താൽ എന്നെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട് നാരകീയ ശക്തികളെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ധരിക്കുന്നതിന് വേണ്ടി എന്നെ അഭിഷേകം ചെയ്യണം. ഞങ്ങളെ ആത്മാവിൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ കരങ്ങളടിച്ചുകൊണ്ട് ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വേറെ ഒരു ആധ്യാത്മിക വിഷയം കൂടി ഈ പാസേജ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ചോദ്യമുണ്ട്. ഈ താഴെ കാത്തു നിന്ന ആൾക്കാരുടെ എല്ലാം ഉള്ളിലൊരു പൗശന്യത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? എന്തുകൊണ്ട് പത്രോസിനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി? എന്തുകൊണ്ട് യോഹന്നാനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി? എന്തുകൊണ്ട് യാക്കോബിനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി? കാര്യം ഇതെല്ലാം ഈ കക്ഷികളെല്ലാം നമുക്കറിയാം ഇൻറ്റിമസിയുടെ ആൾക്കാരാണ്. കർത്താവുമായിട്ട് ഇപ്പോൾ പത്രോസാണ് സഭയെ നയിക്കാൻ വേണ്ടി ഇരുന്ന ആൾ. തീർച്ചയായിട്ടും ഭർത്താക്കന്മാർ വഴി ഭാര്യമാരും വിശുദ്ധീകരിക്കപ്പെടും. പല ഭാര്യമാരും ഇന്ന് വിശുദ്ധരായിട്ട് ജീവിക്കണ ഭർത്താക്കന്മാർ കള്ളു കുടിച്ചിട്ടാണ്. അവിടെ തോന്നിവാസ ജീവിതം കണ്ടപ്പോഴും അവൾക്ക് തോന്നി പ്രാർത്ഥിക്കണമെന്ന് തോന്നി, അവൾക്ക് തോന്നി ഉപവസിക്കണമെന്ന് തോന്നി, അവൾക്ക് തോന്നി ധ്യാനം കൂടണമെന്ന് തോന്നി, അവൾക്ക് തോന്നി ഉടമ്പടി ചെയ്യണമെന്ന് തോന്നി, അവൾക്ക് തോന്നി വിശുദ്ധീകരിക്കണമെന്ന് തോന്നി. ആരാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്? അപ്പോൾ ഭർത്താവ് വഴി ഭാര്യ വിശുദ്ധീകരിക്കപ്പെട്ടു. എൻ്റെ ദൈവവേദന ഇതുപോലെ തന്നെയാണ്. മക്കൾ വഴി മാതാപിതാക്കന്മാർ വിശുദ്ധീകരിക്കപ്പെടും. മക്കൾ വഴി, അത് കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. മക്കൾ വഴി. ഇപ്പം പരീക്ഷ എഴുതുന്ന മക്കൾ തന്നെ അവരുടെ പരീക്ഷ പേപ്പറും പ്രോഗ്രസ് കാർഡുമൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കൊച്ചിന് ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് മനസ്സിലായി. പ്രോഗ്രസ് കാർഡ് കണ്ടപ്പോൾ മിക്കവാറും 60% മാർക്കേ ഉള്ളൂ. 60% മാർക്കുമായിട്ട് ഇവ SLCയോ മറ്റ് ഉപരിപഠനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് മനസ്സിലായി. ബുദ്ധിയും ബോധമുള്ള അമ്മ എന്തു ചെയ്യും? ഉടനെ ഉപവസിക്കും. എന്തിനാണ് ഉപവസിക്കുന്നത്? കഴിവ് വർദ്ധിപ്പിക്കാനാണ്. ആരുടെ? കൊച്ചിൻ്റെ കഴിവ് തീർന്നില്ലേ? പഠിക്കാനുള്ള കഴിവ് ഇല്ല കൊച്ചിനിപ്പോഴേ. അവൻ വല്ല വീഡിയോ ഗെയിമോ അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കി ഒക്കെ കണ്ട് അവൻ അതിൻ്റെ പുറകെ പോയി. അവൻ പഠിക്കണ കാര്യം അവൻ്റെ ശ്രദ്ധ നിൽക്കണില്ല. അവൻ പഠിത്തത്തിൽ കുറഞ്ഞ് വരുന്നു. അപ്പോൾ പിന്നെന്താ മാർഗം? മക്കൾക്ക് കഴിവില്ലെങ്കിൽ കഴിവ് നമ്മൾക്കുണ്ടാകണം. നമ്മളെങ്ങനെ കഴിവ് വർദ്ധിപ്പിക്കണത്? കൊച്ചിന് വേണ്ടി ഉപവസിക്കും. എത്ര ആ മാതാപിതാക്കന്മാരാണെന്നറിയാമോ?
പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചിൻ്റെ കൂടെ പോയിട്ട് സ്കൂളിൻ്റെ വരാന്തി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ പ്രാർത്ഥിക്കും? ഉപവസിച്ച് പ്രാർത്ഥിക്കും. അപ്പം കുട്ടി എന്താ കാര്യം? അവിടെ കഴിവ്, അവർ പറയണത് എന്താണ്? എൻ്റെ ഈശോ, എൻ്റെ കുഞ്ഞിന് ഇത്രേ കഴിവുള്ളൂ, ഇനി നീ വല്ലതും ചെയ്യാൻ മാത്രമേ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടത്തുള്ളൂ. അതിന് ഞാൻ എളിമപ്പെട്ട് നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിസ്സാരമാണോ നോൻപെന്ന് പറയണത്? ഈ നോൻപെല്ലാം കഴിയുമ്പോൾ നമ്മളങ്ങ് ബലവാന്മാരായി മാറും. എന്താ കാര്യം? ബലവാൻ എന്ന് പറയണത് ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്. ബലവാൻ ആരാണ്? ദൈവമാണ് ബലവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ ബലം നമ്മളിലേക്ക് കൊണ്ടുവരണത് എങ്ങനെയാണ്? ദൈവവുമായിട്ട് മുട്ടിയിരുന്നുകൊണ്ടാണ്, ദൈവവുമായിട്ട് സമീപം ഉപവസിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഉപവാസത്തിന് എന്തെന്നാണ് പറയണത്? ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക, മുട്ടിയിരിക്കുക. എന്തിനാണ്? ബലം ആനായ ദൈവത്തിൽ നിന്ന് ബലമില്ലാത്ത നമ്മൾക്ക് ബലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ചേർന്നിരിക്കുന്നത്. ബലമുള്ള ദൈവത്തിൻ്റെ കൂടെ നമുക്ക് ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബലം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബലവാനായ അങ്ങയിൽ നിന്ന് അങ്ങയോട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ചേർന്നിരുന്നു കൊണ്ട് അങ്ങയുടെ ബലം പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിപ്പെടുത്തുന്ന ദൈവമേ, തളർന്നവന് കരുത്ത് പകരുന്ന ദൈവമേ, പാപിക്ക് മോചനം നൽകുന്ന ദൈവമേ, ഞങ്ങൾക്ക് ശക്തി പകരണമേ കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. കരങ്ങളടിച്ചുകൊണ്ട് അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ പെരുമ്പാവൂർ നിന്നാണ് വരുന്നത്. ആദ്യമേ തന്നെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ സാധിച്ചതിനോർത്ത് ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി OET പാസ്സായി. വളരെയേറെ ആഗ്രഹത്തോടെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി ഏജൻസികളെ സമീപിച്ച് 6 മാസം കൊണ്ട് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പൈസയൊക്കെ റെഡിയാക്കി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഭയങ്കര തടസ്സങ്ങളും ഡിലേ ആയിരുന്നു. 6 മാസം എന്നുള്ളത് ഒത്തിരി മാസങ്ങൾ കടന്നുപോയി. എൻ്റെ സമയമൊക്കെ ആയപ്പോഴേക്കും ഓരോന്നിൻ്റെയും ടൈം ഫ്രെയിം അവർ മാറ്റി. CGFNSൻ്റെ വെരിഫിക്കേഷനൊക്കെ 1 മന്ത് കൊണ്ട് കിട്ടേണ്ടത് 3 മന്ത് ആക്കി. ഡിസിഷൻ ലെറ്റർ 3 മാസം കൊണ്ട് കിട്ടേണ്ടത് 6 മാസമായിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഒത്തിരി ഡിലേ വന്നു. പിന്നെ കോമ്പറ്റൻസി അവിടെ ചെന്നിട്ടൊരു എക്സാം പാസ്സാവണേ. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എടുക്കണം. അതിൻ്റെ അഡ്മിഷനും കിട്ടാണ്ട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അപ്പം ദൈവം ഇത് എൻ്റെ തീരുമാനം തെറ്റിപ്പോയോ, ഞാൻ ന്യൂസിലാൻഡ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് നീ എനിക്ക് മാറ്റി തന്ന് നിൻ്റെ തീരുമാനത്തിലേക്ക് ആക്കി തരേണ്ടതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ധൈര്യമായത് ഉടമ്പടിയാണ്. ഞാൻ ഓരോ തവണ വന്ന് പുതുക്കുമ്പോഴൊക്കെ ഞാൻ അന്ന് യോഗം വെച്ച് പ്രാർത്ഥിക്കും. തൊട്ടടുത്ത് തന്നെ എന്താണോ തടസ്സം ആ തടസ്സം മാറി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ ഓരോ സമയം മുന്നോട്ട് പോയി. പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ആ സമയത്ത് നല്ലോണം ഏർപ്പെട്ടായിരുന്നു. അമ്മയുടെ കൂടെ അഗതി മന്ദിരങ്ങളിൽ പോയി ഞായറാഴ്ചകളിൽ
അമ്മമാരെ കുളിപ്പിക്കണം. രാവിലെ സമയം നല്ല തിരക്കായിരിക്കുമല്ലോ, അമ്മമാരെ കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, അവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. അങ്ങനെ ആ സമയത്ത് ഹെൽപ്പിങ്ങിന് വേണ്ടി ആ പ്രദേശത്തുള്ള അവരെയൊക്കെ ഒന്ന് സമീപിക്കുമായിരുന്നു സിസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞായറാഴ്ചകളിൽ എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ പോകുമായിരുന്നു. അല്ലാണ്ട് ഫാമിലി ആയിട്ട് ഓർഫനേജ് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സഹായം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. അപ്പം നമുക്കതൊക്കെ ഒരു ധൈര്യമായിരുന്നു. അങ്ങനെ 6 മാസം എന്നുള്ളത് 1.25 വർഷം എടുത്തിട്ടാണ് എൻ്റെ ന്യൂസിലൻഡ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയത്. ദൈവം സഹായിച്ച് എനിക്ക് പോകാൻ പറ്റി. ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, ജോലിയായിട്ട് വരും നീ, അപ്പം വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. നമുക്ക് ന്യൂസിലാൻഡിൽ പോകുമ്പോൾ ജോലിയായിട്ടല്ല പോകുന്നത്, അവിടെ ചെന്ന് പരീക്ഷ പാസ്സായി നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി പിന്നെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്. ഞാൻ അവിടെ ചെന്ന് ധൈര്യത്തോടെ പോയി നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ കൂടെ കയ്യിൽ കൊണ്ടുപോയായിരുന്നു. 2 അറ്റംപ്റ്റാണ് നമുക്കുള്ളത്, തിയറിയും പ്രാക്ടിക്കലും. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണേ മാതാവേ, കാരണം ഒത്തിരി പൈസ പോയി. ഇനി അപ്പം തന്നെ ഇത് മാറിയായിരുന്നു സാഹചര്യങ്ങൾ. ഒത്തിരി പേര് ജോലി കിട്ടാണ്ട് തിരിച്ച് നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ നമുക്ക് രണ്ടാമത് ചിന്തിക്കാനൊരു അവസരം, കാരണം പൈസ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു, സമയം ഇത്രയും പോയി. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിന് ഉടമ്പടി പുതുക്കി, മാതാവ് നീ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞാണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയത്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് തിയറിയും പ്രാക്ടിക്കലും പാസ്സാകാൻ പറ്റി. ഞാൻ ലാംഗ്വേജൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെവിയിലും നാവിലൊക്കെ തൈലം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കയ്യിൽ കാശ് രൂപമൊക്കെ വെച്ച് ഞാൻ അത് പരീക്ഷ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടി. പിന്നെ അടുത്ത നമുക്ക് ജോലിക്കുള്ളതാണല്ലോ, ഞാൻ അതും നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. 1 മാസമായി 2 മാസമായി ഡെയിലി എത്രയോ ആപ്ലിക്കേഷൻ കൊടുത്തെന്ന് നമുക്കൊരു കണക്കില്ല. അത്രയും ആപ്ലിക്കേഷൻസ് ഡെയിലി അയക്കും, രാവിലെ മെയിൽ ചെക്ക് ചെയ്യും, എല്ലാം റിജക്ഷൻ. കൂടെ ഉണ്ടായവരൊക്കെ നാട്ടിലോട്ട് തിരിച്ചു പോയി. ഞാനിപ്പോൾ എനിക്കൊരു ഫാമിലിനെ കിട്ടിയായിരുന്നു. അവരെന്നെ വളരെ സഹായിച്ചു അവിടെ നിൽക്കാനും, പൈസ ഇല്ലാണ്ട് നിൽക്കാനും, അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാനും, എല്ലാവിധ വൈഫൈയും കാര്യങ്ങളൊക്കെ തന്ന് നീ നിൻ്റെ ഇഷ്ടം പോലെ ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നതാണ്. കാരണം എല്ലാവരും വിഷമിച്ച് വാടക കൊടുത്ത് നാട്ടിൽ നിന്ന് പൈസ അയച്ച് അവിടെ ജീവിക്കുമ്പോൾ എനിക്ക് അത്രയും സാഹചര്യങ്ങൾ ദൈവം തന്നു. ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നു. സെപ്റ്റംബറായി, ജൂലൈയിൽ രജിസ്ട്രേഷൻ കിട്ടിയത് അവസാനം. ഓഗസ്റ്റ് കിട്ടിയില്ല, സെപ്റ്റംബർ ആയിട്ടും എനിക്ക് ഒറ്റ ഇൻ്റർവ്യൂ വരുന്നില്ല. ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ തിരിച്ചു വരട്ടെ? പറഞ്ഞു ഇല്ല, ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടാണ്ട് നീ തിരിച്ചു വരില്ല, നീ പ്രാർത്ഥിക്കുക, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. വളരെയേറെ മാനസിക വിഷമത്തോടെയാണ് കടന്നു പോയത്. കാരണം നാട്ടിൽ നിന്ന് പൈസ അയച്ച് ഇത്രയും പൈസ കളഞ്ഞ് നമ്മൾ വളരെ സ്വപ്നം കണ്ടു പോകുമ്പോൾ തിരിച്ചു വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒക്ടോബർ മാസം അമ്മ ദുബായിലാണ്. അവിടെ അഖണ്ഡ ജപമാല ഇവിടെ നടക്കുമ്പോൾ മമ്മി അവിടെ പ്രയർ ഗ്രൂപ്പ് ഉണ്ട് അവർക്ക്. ആ സമയത്ത് അവിടെ ജപമാല റാലി നടത്തി. പിന്നെ അല്ലാണ്ട് എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും എനിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒക്ടോബർ മാസം തീരണേക്ക് മുന്നേ നിനക്കൊരു ഇൻ്റർവ്യൂ കിട്ടും, അന്ന് നിനക്ക് തിരിച്ച് വന്നാൽ പോലും ഇൻ്റർവ്യൂ ആയിട്ട് നീ വന്നാൽ മതി എന്നുള്ളൊരു വരുള്ളൂ എന്നുള്ള എപ്പോഴും പറയുമായിരുന്നു, ധൈര്യം തരുമായിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസം തീരണേക്ക് മുന്നേ 28-ാം തീയതി ആയപ്പോഴേക്കും അന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു മെയിൽ വന്നു, ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് സാധാരണ പ്രീ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നത്, അത് ഇന്നത്തേക്ക് തന്നെ ഇൻ്റർവ്യൂ അന്നത്തെ ദിവസം തന്നെ ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് പകച്ചു. പക്ഷെ കൈവിട്ട് കളയാൻ എനിക്ക് തോന്നിയുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, ഞാൻ അറ്റൻഡ് ചെയ്തോളാം, നിനക്ക് 2 മണിക്കൂർ സമയമുണ്ട്, 2 മണിക്കൂർ കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റിൽ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ ലിങ്ക് അയച്ചു തന്നു. എനിക്ക് ആകെ 2 മണിക്കൂർ സമയം, കൈ കിട്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് മാതാവിൻ്റെ കയ്യിൽ കാശ് രൂപ മുറുകെ പിടിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വൈകുന്നേരം തന്നെ എനിക്ക് മെയിൽ വന്നു, നീ ഇൻ്റർവ്യൂവിൽ സെലക്റ്റായി, പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു, നിങ്ങൾക്ക് വർക്ക് വിസ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, വിസ പേപ്പറൊക്കെ തുടങ്ങാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാനത് വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിച്ചു. വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രം അറിയിച്ചു, കാരണം നമ്മുടെ വിഷമങ്ങൾ അറിയാവുന്നവർക്കാണല്ലോ നമ്മൾ ആദ്യം അറിയിക്കേണ്ടത്. അവരെ അറിയിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ പോരട്ടെ, ഇനി ഇവിടെ നിന്ന പൈസ ഇനിയും ആകും. പക്ഷേ നമുക്കൊരു ധൈര്യമായിട്ട് ഓഫർ ലെറ്റർ അവർ തന്നിട്ടില്ല. ഇൻ്റർവ്യൂ സെലക്റ്റായി പേപ്പറൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് മെയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ നിൽക്കണില്ല, ഇൻ്റർവ്യൂ കിട്ടിയല്ലോ, ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞ് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചു. പക്ഷെ എന്നാലും ആ ഒരു നാണക്കേട്, കാരണം ജോലിയില്ലാണ്ട് തിരിച്ചു വരുന്നു, ആരോടും പറയാനും പറ്റില്ല, കാരണം കയ്യിൽ ഓഫർ ലെറ്റർ ഇല്ല, നമുക്കൊരു ഉറപ്പിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ വളരെ വിഷമത്തോടെ
തിരിച്ചു വന്നായിരുന്നു. വളരെ മാനസികമായി നിരാശപ്പെട്ട സമയമായിരുന്നു അതൊക്കെ. പുറത്തോട്ട് ഇറങ്ങാനും പരിപാടികളിൽ പങ്കെടുക്കാനും പള്ളിയിൽ പോകാനൊക്കെ ഒത്തിരി, കാരണം നമ്മുടെ നാട്ടുകാരുടെ വീട്ടുകാരുടെയൊക്കെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴുണ്ടാകുന്ന വിഷമം അത് അനുഭവിക്കുന്നവർക്കറിയാം. അപ്പോൾ അത് വളരെ വേദനാജനകമായിരുന്നു. ആ സമയത്ത് മാസങ്ങൾ കടന്നു പോണേണ്, ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ധൈര്യം ഉടമ്പടിയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, നീ ഉടമ്പടി പുതുക്ക്. ഞാനപ്പോൾ പള്ളിയിലൊന്നും പോകാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മാമ്മ പറയും, ദൈവം നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നീ ഓർക്കണം. നീ നാട്ടുകാരും വീട്ടുകാരും ബോധിപ്പിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുള്ള രീതിയിൽ എപ്പോഴും എന്നെ ഉപദേശിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ശരിയാണ്, ഉടമ്പടി പോലും ഇപ്പം ഞാൻ പിന്നോട്ട് പോയാൽ ഒരു രീതിയിൽ എനിക്ക് കയറി വരാൻ പറ്റില്ല. അപ്പം ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ച് ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു. കാര്യം ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേന്ന് പോലും സംശയമായി പോയായിരുന്നു. അത് കാരണം എല്ലാം കൊണ്ടും നിരാശയും എല്ലാം താമസവും തടസ്സങ്ങളും. 5 മാസമായിട്ടും ആ ഇൻ്റർവ്യൂവിൻ്റെ ഓഫർ ലെറ്റർ വന്നിട്ടില്ല. അതാരോടും പറയാനും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കി. നമ്മുടെ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ദൈവവിശ്വാസി ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉടമ്പടിയിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഉടമ്പടി ഞാൻ വിട്ട് കളഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനത് പുറകോട്ട് പോകും, ഉള്ളതുപോലെ ഇല്ലാണ്ടായി പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടായിരുന്നു. അപ്പം ഞാനത് ഇല്ല, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവാണ്, എനിക്ക് പറ്റുന്ന പോലെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ അന്ന് എനിക്ക് മാതാവിനെയും കിട്ടിയത്. മാതാവിനെ കിട്ടി ഞാൻ ഇവിടെ വന്നിങ്ങനെ ലൈൻ നിന്ന് പ്രാർത്ഥിച്ച് നിയോഗം ഇടാൻ വേണ്ടി ലൈൻ നിന്നപ്പോഴേക്കും വേറൊരു സാക്ഷ്യം ഒരു കുട്ടി ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നും പ്രോഗ്രസ് ആവുന്നില്ല. പിന്നെ വേറെ സെക്കൻഡ് ഇൻ്റർവ്യൂ വന്നു, അത് ഫാസ്റ്റായിട്ട് നടന്നു. അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അങ്ങനെ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. അതെന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് വെച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ഇതുപോലും ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെയും ജോലിക്ക് അപ്ലൈ ചെയ്തു. ആ ഉടമ്പടി പുതുക്കി, അതായത് 7ാമത് ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടുന്ന് പോയിട്ട് പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. പക്ഷെ അതെന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇൻ്റർവ്യൂ കഴിയുന്നു, റിസൾട്ട് വരുന്നു, പേപ്പേഴ്സ് എന്നോട് ആവശ്യപ്പെടുന്നു, പേപ്പേഴ്സ് കൊടുത്തു, എല്ലാം ഫാസ്റ്റായിട്ട്. 5 മാസം 6 മാസമായിട്ടും ഓഫർ ലെറ്റർ തരാത്ത മറ്റേ ഇൻ്റർവ്യൂ ഇത് 1 മാസത്തിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഓഫർ ലെറ്റർ തന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ആ സാക്ഷി എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. അന്ന് ഞാൻ ആ ഉടമ്പടി പുതുക്കാൻ നേരത്ത് മാതാവിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു കേൾക്കുന്ന സമയത്ത്. സോ അതുകൊണ്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് 2ാമത്തെ ഇൻ്റർവ്യൂ ഓപ്റ്റ് ചെയ്തു. വിസക്ക് ഇട്ടു. 90 ദിവസം മിനിമം ഓസ്ട്രേലിയയുടെ വർക്ക് വിസ എടുക്കും എന്നാണ് പറഞ്ഞത്. അതിനിടയ്ക്കൊരു കാര്യം, ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ എടുത്തവർക്ക് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുത്ത് 2 രാജ്യത്തേക്കും കൂടി ജോലിക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് വന്ന ഇൻ്റർവ്യൂസൊക്കെ ഓസ്ട്രേലിയയുടെയാണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഇൻ്റർവ്യൂസ് 2ാമത് വന്നത്, അത് ഞാൻ ചൂസ് ചെയ്തു. മിനിമം 90 ദിവസമാണ് വർക്ക് വിസക്ക് എടുക്കുന്നത്. അത് എനിക്ക് 85 ദിവസം എടുത്തുള്ളൂ. വേറൊരു എൻക്വയറിയോ അല്ലെങ്കിൽ അഡീഷണൽ പേപ്പറോ ക്ലാരിഫിക്കേഷനോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എനിക്ക് വിസ വന്നു. ഇപ്പോൾ ജോയിനിങ് ഡേറ്റ് കിട്ടി. അടുത്ത മാസം 13-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യണം. എന്നോട് ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ വളരെ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. അമ്മ മാതാവിനോട് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇപ്പം ചുരുങ്ങിയത് 2.5 വർഷം കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ പേപ്പർ വർക്കിൻ്റെ ഇതിൽ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് OET കാർഡ് 3 വർഷം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പറയുന്നു, നീ എനിക്ക് തന്ന വിജയമാണ്. ഈ കാർഡ് വെറുതെ ഈ OET സ്കോർ വെറുതെ ആയി പോകാൻ പാടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് വന്ന് മഹത്വപ്പെടുത്തണം, അതിനിടയാക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം നവംബറിലാണ് എൻ്റെ ആ 3 വർഷം OET എക്സ്പയറി ആവുള്ളൂ. അതിനുള്ളിൽ എനിക്ക് ഈ ജോലി തന്നു. അതെനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. വീണ്ടും ഇവിടെ വന്ന് ദൈവത്തിനും മാതാവിനും മഹത്വപ്പെടുത്താൻ സാധിച്ചു. സോ അതിന് വളരെയേറെ ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയിലായിട്ട് ഈ തിരിച്ചു വന്ന സമയത്തൊക്കെ ഞാൻ ഒത്തിരി ഡൗൺ ആയിരുന്നു. എനിക്ക് പ്രേക്ഷിത പത്രങ്ങൾ ഞാൻ സമൂഹത്തിലിറങ്ങി കൊടുക്കുമായിരുന്നു, ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ കൊടുക്കുമായിരുന്നു. അല്ലാണ്ട് കാരുണ്യ പ്രവൃത്തിയിലേക്ക് എനിക്കങ്ങനെ ഏർപ്പെടാൻ പറ്റുന്നുണ്ടായില്ല. കാരണം നമുക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ. പക്ഷേ എൻ്റെ മാനസികാവസ്ഥ അറിയാവുന്ന എന്നെപ്പോലുള്ളവരുണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി ഫാമിലി നേഴ്സുമാരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിതുപോലെ ജോലി കിട്ടാത്തവരും ഇൻ്റർവ്യൂസ് റെഡിയാവാത്തവരും CV ശരിയാവാത്തവരൊക്കെ ഒത്തിരി എൻക്വയറീസൊക്കെ ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അവരുടെ ഉടമ്പടി എടുത്തത് 2024 ആഗസ്റ്റിലാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ബാബു. ഫോർട്ട് കൊച്ചിയിൽ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയാണ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം. പിന്നെ എനിക്കുണ്ടായ കാര്യങ്ങൾ, ഞാൻ
ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് 3-4 ക്ഷേത്രങ്ങളിൽ 21 കൊല്ലമായിട്ട് വെളിച്ചപ്പാടായിട്ട് തുള്ളാൻ പോണ ആളെ തീയിലൂടെ നടക്കുന്ന പരിപാടിയും പിന്നെ അത്യാവശ്യം ജ്യോത്സ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ ജ്യോത്സ്യം നോക്കും, കബഡി വെച്ച് നോക്കുന്ന പരിപാടിയൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ ഇതിലോട്ട് വരാൻ കാര്യം എൻ്റെ ജീവിത പങ്കാളിക്ക് വലിയതായിട്ടൊരു മരം വീണൊരു ആക്സിഡൻ്റ് ഉണ്ടായി. പിന്നെ അത്യാവശ്യം മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിലൂടെ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ മദ്യപാനവും വൈഫിന് വന്ന ആക്സിഡൻറ്റും എല്ലാം അതിലൂടെ അമ്മ മാറ്റുന്നില്ല. അതുപോലെ ഞാൻ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്. ഓട്ടോറിക്ഷ എനിക്കൊണ്ടാകാവുന്ന ആൾക്കാരെയൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നവരെയൊക്കെ ഉടമ്പടി എടുക്കാനും എല്ലാ കാര്യത്തിലും ഞാൻ ഈ സന്നിധിയിൽ ആഴ്ച 3 പ്രാവശ്യം ഇവിടെ വരും. എന്നുവെച്ചാൽ ഈ സന്നിധിയിൽ വന്നെങ്കിൽ മാത്രമേ എനിക്ക് അതുപോലെ ഉടമ്പടി ഞാൻ എന്നുണ്ടോ അന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്തോ ഡയാലിസിസ് ചെയ്യണ ഒരു പ്രകൃതമാണ് ഞങ്ങൾക്ക്. വന്നില്ലെങ്കിൽ ഭയങ്കരമായ എന്തോ ഒന്ന് പറയാത്തക്ക രീതിയിലുള്ള അതുപോലെ എല്ലാ മാസവും ശബരിമലയ്ക്ക് പോകാനുള്ള അനുഗ്രഹമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതിനിടെ ഈ ഓട്ടോറിക്ഷ 2011 മോഡൽ ഓട്ടോറിക്ഷയാണ് ഞാൻ എടുത്തത്. അപ്പം പെട്ടെന്ന് ഓർഡർ വന്ന് 15 കൊല്ലം കഴിഞ്ഞുള്ള വണ്ടി കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഉടമ്പടിയില്ല. അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ എന്ത് ചെയ്യും, ഈ ഓട്ടോറിക്ഷ എനിക്ക് എടുക്കാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല. അങ്ങനെ അമ്മ ഉടമ്പടിയിൽ അതിനൊരു 3-ാം ദിവസം പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടായി. ഓട്ടോറിക്ഷ 7 കൊല്ലം കൂടെ വീണ്ടും നീട്ടി. അപ്പോൾ 7 കൊല്ലം കൂടെ എനിക്ക് കിട്ടി. അങ്ങനെ അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തത്. അതും കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വഴി പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷ എറണാകുളം ജില്ല കഴിഞ്ഞാൽ 5 കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി പിടിക്കുമെന്ന് മോട്ടോർ വെഹിക്കിൾ പിടിച്ച് എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഞാൻ അമ്മയോട് എന്ന് പറയും, അമ്മ ഞാൻ എന്ത് ചെയ്യും, എനിക്കിതിനുള്ള മാർഗ്ഗം ഉണ്ടാക്കി തരാം. അങ്ങനെ അത് തന്നെ 3-ാം ദിവസം അമ്മ പറഞ്ഞ് ഓൾ കേരള പെർമിറ്റായി ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റ് കൊടുത്ത് അത്യാവശ്യം എറണാകുളത്ത് ഊബറിൽ ഓടി 12,500 ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അമ്മ എനിക്ക് ആവശ്യം പോലെ വാരിക്കോരി തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കടവും കാര്യങ്ങളൊക്കെ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര. അതുപോലെ പ്രേക്ഷിത വേലക്കാരനെ പ്രവർത്തിക്കുന്നത് ഇഷ്ടംപോലെ രോഗികളെ കാണാനും ഓട്ടിസം പിടിച്ച പിള്ളേർക്ക് വേണ്ടി സഹായിക്കാനും ഞാനും ജീവിത പങ്കാളിയും പോയി ചെയ്യാത്ത സ്ഥലങ്ങളില്ല. കിട്ടുന്ന ഓഹരി ചെറിയ രീതിയിലാണെങ്കിൽ ശരി മാറ്റി എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ജീവിത പങ്കാളിക്ക് 4 ചേച്ചിനിത്യമാരുണ്ട്. അവരെല്ലാവരും ഉടമ്പടിക്കാരാണ്. എല്ലാവർക്കും ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും അനുഭവം കിട്ടിയതിൻ്റെ പേരിൽ എല്ലാവരും എൻ്റെ കൂടെ വരും. എപ്പോൾ വിളിച്ച് ഏത് പാതിരാക്കും കൃപാസനത്തിൽ വരാൻ തയ്യാറാണ്. ആര് വന്ന് ചോദിച്ചാലും ഏത് പാതിരാക്കും ഞാൻ കൊണ്ടുപോകും. പിന്നെ മകൻ ഇത്തിരി പഠിക്കാനൊക്കെ ഇത്തിരി പുറകോട്ടൊക്കെ ആയിരുന്നു, ഇത്തിരി പ്രശ്നങ്ങൾക്കുള്ള പയ്യനായിരുന്നു. പക്ഷേ ഉടമ്പടിയിലൂടെ തന്നെ 10ാം ക്ലാസ്സിലൊക്കെ ഒറ്റയടിക്ക് പാസ്സായി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവർ പറയുന്ന സ്കൂളിൽ കിട്ടി. പിന്നെ ഇത്രയും ചെയ്ത അമ്മ കോടി അനുഗ്രഹവും നന്ദിയും പറയുക. ഇനിയും ഉടമ്പടി ജീവിതം തന്നെ ഉള്ളൂ. ആരൊക്കെ ഉടമ്പടി ഈ ലോകത്ത് ആര് വന്നാലും ഞാനിവിടെ കൊണ്ടുവരും. അത് പൈസ നോക്കിയിട്ടല്ല, ഏത് പാതിരേക്കും ഞാനിവിടെ വരാൻ തയ്യാറാണ്. ഇനി അമ്മയും പരിശുദ്ധാത്മാവും വിട്ട് ഒരു പരിപാടി എനിക്കില്ല. എന്ത് കാര്യത്തിനും ഞാൻ നേരെ ചേച്ചിയുടെ മോക്ക് കൊടുക്കുന്നു. എൻ്റെ പേര് അർജുൻ. ഞാൻ ഉടമ്പടി എടുക്കണ 2025 ജൂൺ 27-നാണ്. എൻ്റെ മെയിൻ സാക്ഷ്യം, ഞാൻ 10ാം ക്ലാസ് എൻ്റെ സ്കൂളിൽ എന്നെ IED ലിസ്റ്റിലൊക്കെ പെടുത്തണം, പരീക്ഷ എഴുതിക്കൂലെന്നൊക്കെ പറഞ്ഞതാണ്. അന്ന് എൻ്റെ അമ്മ ഉടമ്പടിയിലാണ്. അപ്പോൾ എന്നെ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിക്കൂലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ 10 അത്യാവശ്യം നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാവുകയും പിന്നെ +2 എനിക്ക് നല്ലൊരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്ത് ഞാൻ അവിടെ നിന്ന് +2 നല്ല രീതിക്ക് തന്നെ പാസ്സായി മാതാവിൻ്റെ ഉടമ്പടിയിൽ. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോവും. പിന്നെ ഓട്ടിസം ബാധിച്ച അങ്കിളും ആൻറ്റിമാർക്കൊക്കെ പോയി ശുശ്രൂഷ ചെയ്യും. അതൊക്കെ തന്നെ. പിന്നെ എൻ്റെ കൂട്ടുകാരെ കൊണ്ടും എനിക്കറിയാവുന്നവരെ കൊണ്ട് ഞാൻ ഉടമ്പടിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മിക്ക കൂട്ടുകാരും ഇപ്പോൾ ഉടമ്പടി തന്നെയാണ്. ഇത്രയുള്ള എൻ്റെ സാക്ഷ്യം. അമ്മയുടെ ചേച്ചിയുടെ നോക്കൂടും. എൻ്റെ പേര് ധന്യ. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. 2023 ജൂലൈ 27-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തത്. അവന് അഡിനോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സർജറി വേണമെന്നാണ് പറഞ്ഞാൽ ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഇപ്പോൾ അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. രണ്ടാമത്തത്, എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ചെറുപ്പം മുതലുള്ളതാണ്. അതും വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി. മൂന്നാമത്, മാരേജ് സർട്ടിഫിക്കറ്റ് 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടിയിൽ 3ാമത്തെ നിയോഗം വെച്ചത് അത് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ 3ാമത്തെ പുതുക്കലിൽ എനിക്ക് അതും റെഡിയാക്കി കിട്ടി. അതും മാതാവിൻ്റെ ഈശോയുടെയും ഒരു അനുഗ്രഹം കാരണം അതും എനിക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടി. പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട്. സാന്ത്വനം, ക്രിസ്തുവാസ്, പിന്നെ ഇവിടെയൊക്കെ അമ്മമാരാണ്. പിന്നെ കുഞ്ഞുങ്ങളുള്ളിടത്ത് പോകാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്.
ഇവിടെ വന്ന് മാസത്തിൽ പത്രം മേടിച്ച് വിതരണം ചെയ്യും. കാശ് രൂപവും കൊന്തയും എല്ലാവർക്കും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇത്രയാണ് ഞാൻ ഉടമ്പടി തന്നെയാണ് ഞങ്ങൾ ഇനി ഉള്ള ഞങ്ങളുടെ ജീവിതം. പിന്നെ ഞാനും എൻ്റെ മക്കളും എല്ലാ ദിവസവും കൊന്തയൊല്ലും, വചനം വായിക്കും. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും എനിക്ക് സാക്ഷ്യം പറയാൻ ഈ ആൾത്താരെ കയറിയിരിക്കാൻ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.